വളരെ സ്നേഹത്തോടെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. വേദിയെ അലങ്കരിച്ച ആദരണീയനായ ഈ വർഷത്തെ PTA കമ്മിറ്റിയുടെ പ്രസിഡന്റ് മൊയ്തീൻ സാഹിബ്, വൈസ് പ്രിൻസിപ്പൽ ജയശ്രീ ടീച്ചർ, റഷീദ് മാഷ്, ഹയർ സെക്കൻഡറിയിലെ റഷീദ് സാർ, മറ്റ് PTA ഭാരവാഹികൾ, മദർ PTA അംഗങ്ങൾ, മറ്റ് രക്ഷിതാക്കൾ, പ്രിയപ്പെട്ട കുട്ടികളെ, എല്ലാവർക്കും രാജ്യത്തിൻ്റെ 78ാം സ്വാതന്ത്ര്യ ആശംസകൾ നേരുന്നു. നമുക്കറിയാം, നമ്മുടെ രാജ്യം സ്വാതന്ത്ര്യം നേടി 77 വർഷങ്ങൾ പിന്നിട്ടു 78ാമത്തെ സ്വാതന്ത്ര്യ ദിന ആചരണമാണ് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത്. വളരെ നല്ല രീതിയിൽ ആഘോഷ പരിപാടികളായി സാധാരണ നമ്മൾ രാജ്യത്തൊട്ടുക്കും ആഘോഷിക്കാറുണ്ടെങ്കിലും നമ്മുടെ മുന്നിലൂടെ കടന്നുപോയ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് 500ഓളം മനുഷ്യജീവനുകൾ നഷ്ടപ്പെട്ട ആ വയനാട് ദുരന്തം, അതിൻ്റെ പശ്ചാത്തലത്തിൽ ഇന്നത്തെ പരിപാടികളും തുടർന്നുള്ള ഓണാഘോഷ പരിപാടികളൊക്കെ ചടങ്ങുകളായി മാത്രം മാറിയ ഒരവസരമാണിത്. നമുക്കറിയാം, ഒരു സ്കൂൾ തന്നെ ഒലിച്ചുപോയി. ധാരാളം നിങ്ങളെപ്പോലുള്ള പിഞ്ചുമക്കൾ, മറ്റു രക്ഷിതാക്കളെല്ലാം അതിൽ നഷ്ടപ്പെട്ടു. ഇനിയും 100ഓളം ആളുകളെ കുറിച്ച് ഒരു വിവരവുമില്ല. ആ അവസരത്തിൽ ആ മരണപ്പെട്ടവരുടെ മുന്നിൽ ആദരാഞ്ജലികൾ നമ്മളൊക്കെ അർപ്പിക്കാം. അവരുടെ പരലോക മോക്ഷത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. നമുക്കറിയാം, സ്വാതന്ത്ര്യം എന്നുള്ളത് ഇന്നത്തെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം വീട്ടിൽ അടച്ചുപൂട്ടിയ അവരെ ഒന്ന് പുറത്തേക്ക് വിട്ടാൽ അവരെ സ്വതന്ത്രരായി കളിച്ചുകൊണ്ടു ഇരിക്കുന്നു. അവരെ അല്പസമയം വീട്ടിനകത്ത് പൂട്ടിയിട്ട് കഴിഞ്ഞാൽ അതിൻ്റെ വീർപ്പും ബുദ്ധിമുട്ടുകളും അവർക്ക് എല്ലാവർക്കും അറിയാം. എന്നാൽ നൂറ്റാണ്ടുകളോളം നമ്മുടെ രാജ്യത്തെയും നാട്ടുകാരെയും മുഴുവനും തടവിലാക്കിക്കൊണ്ട് യാതൊരു സ്വാതന്ത്ര്യവും ഇല്ലാതെ പോർച്ചുഗീസുകാരുടെയും ഫ്രഞ്ചുകാരുടെയും ഡച്ചുകാരുടെയും പുറമെ നൂറുകണക്കിന് വർഷക്കാലം ബ്രിട്ടീഷുകാരും നമ്മെയും നമ്മുടെ നാടിനെയും തടങ്കലിലാക്കുകയായിരുന്നു. ധീരദേശാഭിമാനികളായ നമ്മുടെ പൂർവികരായ നേതാക്കന്മാരുടെ അശ്രാന്ത പരിശ്രമത്തിന്റെ ഫലമായി, ജീവത്യാഗത്തിന്റെ ഫലമായി, അവരുടെ ഊരും ശരീരവും എല്ലാം സമർപ്പിച്ചതിന്റെ ഫലമായി നമുക്ക് നമ്മുടെ നേതാക്കന്മാരായ ഗാന്ധിജിയുടെയും നെഹ്റുവിൻ്റെയും സുഭാഷ് ചന്ദ്രബോസിന്റെയും അതേപോലുള്ള മൗലാന ആസാദ് തുടങ്ങിയ പ്രഗത്ഭരായ വ്യക്തിത്വങ്ങളുടെ നേതൃത്വത്തിൽ ബ്രിട്ടീഷ് ഭരണകൂടത്തിനെതിരായി സമരം ചെയ്ത് ജീവത്യാഗം ചെയ്ത് നാം നേടിയെടുത്ത സ്വാതന്ത്ര്യം 1947 ഓഗസ്റ്റ് 15 ആ രാത്രിയിൽ നാം പുലരുകയുണ്ടായി. അതിന്റെ തുടർച്ചയെന്ന നിലയ്ക്ക് ഓരോ വർഷവും നാം ആ സ്വാതന്ത്ര്യ ദിനം ആചരിക്കുകയും അതേപോലെ റിപ്പബ്ലിക് ദിനം ജനുവരി 26 നമ്മൾ ആചരിച്ചുകൊണ്ടിരിക്കുന്നു. ഇതെല്ലാം നമ്മുടെ പുതു തലമുറക്ക് സ്വാതന്ത്ര്യത്തിന്റെ ആ വേദന, ആ വിഷമം, അതിലുണ്ടായ ജീവത്യാഗം, അതിനെക്കുറിച്ചൊക്കെ മനസ്സിലാക്കുകയും ആ നേതൃത്വത്തിന്റെ കഠിനത്യാഗം മനസ്സിലാക്കി അതിലൂടെ രാജ്യസ്നേഹമുള്ള, ദേശസ്നേഹമുള്ള, ഐക്യത്തിലും സമാധാനത്തിലും ജീവിക്കുന്ന മക്കളായി നാം വളരണം എന്നതാണ് അതിന്റെയൊക്കെ അടിസ്ഥാനം. നെഹ്റുവിന്റെ നേതൃത്വത്തിലുള്ള ഭരണകൂടം വളരെ ശ്ലാഘനീയമായ ഭരണം നമ്മുടെ നാട്ടിൽ നടപ്പിലാക്കുകയും വളരെയേറെ ശക്തമായ രൂപത്തിൽ നമ്മുടെ രാജ്യത്തിന് മുന്നേറാൻ സാധിക്കുകയും ചെയ്തു. എന്നാൽ പിൽക്കാലത്ത് അടുത്തിടെയൊക്കെ വന്ന ഗവൺമെന്റുകൾ ആ പഴയ ദേശീയ ബോധത്തിൽ ദേശീയ നേതാക്കന്മാരുടെ ചരിത്രത്തെ അവഗണിക്കുകയും അന്ന് ബ്രിട്ടീഷുകാരോട് പാദസേവ ചെയ്ത നേതാക്കന്മാരെ ഇന്ന് ദേശീയ നേതാക്കന്മാരായി ഉയർത്തിക്കൊണ്ടുവരികയും ചെയ്യുന്ന ഒരു സാഹചര്യമാണ്. അപ്പൊ ദേശീയ ബോധമുള്ള പുതുതലമുറ നമ്മുടെ പഴയകാല ദേശീയ നേതാക്കന്മാരുടെ ചരിത്രം ആവർത്തിച്ച് പഠിക്കുകയും അവരുടെ പ്രവർത്തനത്തെ നമ്മുടെ കർമ്മപഥത്തിലേക്ക് കൊണ്ടുവന്ന് യഥാർത്ഥ ദേശീയ പ്രവർത്തകന്മാരുടെ, ദേശീയ നേതാക്കന്മാരുടെ ചരിത്രം മനസ്സിലാക്കി നമ്മുടെ ജീവിതത്തിൽ പകർത്തണമെന്നും ധീരദേശാഭിമാനികളുടെ ആ ആത്മത്യാഗത്തിന്റെ വിയർപ്പിന്റെ ഫലം മനസ്സിലാക്കി നമ്മുടെ രാജ്യത്തിന്റെ ഐക്യത്തിനും അഖണ്ഡതയ്ക്കും
ജനാധിപത്യത്തിന് വേണ്ടിയുള്ള പ്രവർത്തനത്തിൽ പുതുതലമുറയായ വിദ്യാർത്ഥി സമൂഹം മുന്നോട്ട് വരണമെന്ന് കൂടി ഈ അവസരത്തിൽ ഓർമ്മിപ്പിക്കപ്പെടുകയാണ്. നമ്മുടെ പാർലമെന്റ് ജനാധിപത്യത്തിൽ വളരെയേറെ കഷ്ടപ്പാടുകൾ ഈ അടുത്ത കാലങ്ങളിലൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചെങ്കിൽ ഇന്ത്യയുടെ ജനാധിപത്യം ലോകത്തിലൊട്ടുക്കുമുള്ള ജനാധിപത്യത്തിൽ മികച്ചതാണെന്നുള്ളതിന്റെ തെളിവാണ് ഈ കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പ്. അതിലൂടെ തന്നെ രാജ്യത്തിന്റെ ബഹുഭൂരിപക്ഷം ജനങ്ങളുടെ ചിന്താഗതിയെ അനുകൂലമാക്കുന്ന തരത്തിലുള്ള ഒരു തെരഞ്ഞെടുപ്പ് ഫലമാണ് അവിടെ വന്നത്. ഏതായാലും ഭരണപക്ഷത്തായാലും പ്രതിപക്ഷത്തായാലും രാജ്യത്തിന്റെ ഐക്യത്തിന് വേണ്ടിയുള്ള പ്രവർത്തനത്തിന് എല്ലാവരും ഒറ്റക്കെട്ടായി പ്രവർത്തിക്കണമെന്ന ആ സന്ദേശം നാം മുറുകെ പിടിക്കണമെന്ന് ഈ അവസരത്തിൽ ഓർപ്പിച്ചുകൊണ്ട് നമ്മുടെ രാജ്യത്തിന് വേണ്ടി മരണപ്പെട്ട ബലിയർപ്പിക്കപ്പെട്ട രക്തസാക്ഷികളായ ആ ധീരദേശാഭിമാനികളായ നേതൃത്വത്തിന്റെ മുന്നിൽ അവരുടെ ആത്മാവിന്റെ മുന്നിൽ ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് നമ്മുടെ രാജ്യത്തിന്റെ 78ാം സ്വാതന്ത്ര്യദിന ആശംസകൾ എല്ലാവർക്കും നൽകിക്കൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.